ഉണ്ടാക്കുന്നത് പ്രോൺസും ചിക്കനും ശംഖുപുഷ്പം വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. ചിക്കൻ ഫ്രൈ ചെയ്യാനായി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുഴച്ച് മാറ്റി വെക്കാം. ശേഷം ചെമ്മീൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയും കൂടി ചേർക്കാം. ഇന്നത്തെ ബിരിയാണി എന്താണ് ഫിനാലയുടെ? ഇങ്ങനെ ചിക്കനും പ്രോൺസും ശംഖുപുഷ്പം വെച്ചിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കുന്നു. പേരെന്തായിട്ടിരിക്കുന്നത്? പേരിട്ടിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ഇന്നാണോ ഇപ്പൊ ഇവിടെ വെച്ചിട്ടാണ് ട്രയൽ പോലും നോക്കിയില്ല? ഓ വെരി ഗുഡ്. കാണാല്ലേ? അപ്പൊ ഒരു കളർ എന്തായിരിക്കും? ശംഖുപുഷ്പത്തിന്റെ കളറാണോ റൈസിന്? അതെ. യെസ്. ഓക്കെ. അപ്പൊ പരീക്ഷണമാണ്. ഒരു ടെൻഷൻ ഉണ്ട്. അപ്പൊ ഇല്ല, ഉണ്ടാക്കി നോക്കിയിട്ടില്ലല്ലോ. പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ട് ഫൈനൽ ഔട്ട്പുട്ട് എപ്പോഴും നന്നായി വരും. വളരെ സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് അവസാനം കോൺഫിഡൻസ് ഉണ്ട് അല്ലേ? എല്ലാ അവസാനം നമ്മൾ ഭയങ്കര അങ്ങനെയൊന്നുമല്ല, നല്ല അറിയാം. ഓക്കെ, ഒനിയൻ ഫ്രൈ ചെയ്യാനായി പാൻ വെക്കാം. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക. ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നേരിയതായി അരിഞ്ഞു വെച്ച ഉള്ളി ചേർക്കുക. ഉള്ളി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ശേഷം ഇതേ എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരാം. ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം. ശേഷം ആവശ്യമായ തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണിന്ന്. ഫൈനൽ വരെ എത്തുന്നത് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. മാഷാ അല്ലാഹ്. എല്ലാത്തിലും സപ്പോർട്ടായിട്ട് എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. തക്കാളി നല്ല പേസ്റ്റ് പരുവമാവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടി ചേർക്കുക. ഇതിലേക്ക് ആവശ്യമായ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കുക. മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ ചെമ്മീനും വറുക്കാം. ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. നമുക്കിനി റൈസ് ഉണ്ടാക്കാം. ഓയിൽ വയ്ക്കുക. അതിൻ്റെ കൂടെ 2 സ്പൂണ് നെയ്യ് ചേർക്കാം. സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചേർക്കുക. പച്ചമുളക് ചേർക്കുക. ശേഷം കഴുകി വെച്ച അരി ചേർക്കുക. ഇതിലേക്ക് രമ്പയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില, പുതിനയില ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അരമുറി ചെറുനാരങ്ങയുടെ നീര് ചേർക്കുക. ശേഷം മൂടി വെച്ച് വേവിക്കുക. ഇവിടെ ആയോ? ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മിടാറായില്ല. മസാല റൈസ് ആകാൻ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ പെട്ടെന്നാകും. കുഴപ്പമില്ല. ടൈം കീപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും. റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ശംഖുപുഷ്പം ഇട്ടുവെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം.
കഴുകി വൃത്തിയാക്കിയ കുറച്ച് ശംഖുപുഷ്പം കൂടി ചേർക്കുന്നുണ്ട്. ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടി അടച്ചു വെക്കാം. റൈസ് റെഡി ആയിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. വറുത്ത് വെച്ച കാഷ്യൂ റൈസ് ചേർക്കാം. ശേഷം മസാല ചേർത്ത് കൊടുക്കുക. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ശേഷം വീണ്ടും റൈസ് ചേർത്ത് കൊടുക്കുക. മസാല ചേർത്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. റൈസ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. വറുത്ത് വെച്ച കിസ്മിസും അണ്ടിപ്പരിപ്പും ഇതിൻ്റെ മുകളിലായി. ശേഷം ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തെടുക്കുക. ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ദം ചെയ്ത് വെക്കാം. റൈസ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. അങ്ങനെ ചിക്കൻ പ്രോൺസ് ബിരിയാണി ഇവിടെ തയ്യാറായിരിക്കുകയാണ്.